ഒരു വൈദികൻ്റെ ശവസംസ്കാര ചടങ്ങായിരുന്നു. 58 വയസ്സ് പ്രായമുണ്ട്. മരിക്കുമ്പോൾ അച്ഛൻ്റെ തൂക്കം 34 കിലോയാണ്. ഏതാണ്ട് ഒരു 11 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിദേശത്ത് സേവനം ചെയ്യുമ്പോൾ ഇടവകയിലെ തിരുനാൾ ദിനം കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ചെറിയൊരു അസ്വസ്ഥത. ഇവയൊക്കെ ആശുപത്രിയിൽ പോയി പരിശോധന നടത്തിയതിന് ശേഷം പറഞ്ഞു, അർബുദത്തിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടൊന്ന് ഓപ്പറേഷൻ നടത്തും. വെട്ടിപ്പൊളിച്ച് തുറന്നു നോക്കി അങ്ങനെ തന്നെ പൂട്ടി വെക്കാനേ പറ്റിയുള്ളൂ. കാരണം അത്രമാത്രം വ്യാപിച്ചിരുന്നു. കൂടെയുള്ള വൈദികനോട് ഡോക്ടർ കാര്യം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഈ വൈദികൻ 6 മാസം കഷ്ടിച്ച് ജീവിക്കത്തു. അച്ഛൻ്റെ ബോധം വന്നപ്പോൾ അച്ഛനോട് കൂടെയുള്ള അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി എങ്ങനെയാണ്? കൂട്ടുകാരൻ അച്ഛൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ നമുക്ക് പോകാം, പരാതി കൂടാതെ. പിന്നീട് കർത്താവ് അവനെ കൊണ്ടുപോയത് 6 മാസമല്ല, 11 വർഷവും 7 മാസവും. കൂടെ ഉണ്ടായിരുന്ന വൈദികർ ഇപ്പോഴും പറയും അത്രയും കൊടുക്കണ്ടായിരുന്നു എന്ന് പറയും. കാരണം ഈ 11 വർഷവും 7 മാസവും അവൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നില്ല, സഹിക്കാൻ പറ്റത്തില്ല. ചുറ്റുപാടും ഇങ്ങനെ അതിശൈത്യമാണ്. പക്ഷേ ഇവൻ വേർത്ത് കുളിക്കുമെന്ന് പറയും. വേർത്ത് കുളിക്കുമ്പോൾ എൻ്റെ അധരങ്ങളിൽ നിന്ന് ഈശോയേ എന്നൊരു വിളി വരുമെന്ന് പറയും. ആ വിളി കേട്ട് ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടന്ന് ഉരുളുന്ന യേശുദാസ് അച്ഛനെയാണ് കൂടെയുള്ളവർ കാണുന്നത്. അങ്ങനെ വിളി അതിൻ്റെ തീവ്രതയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വിളി ഇങ്ങനെ ശാന്തമാകും. പിന്നെ അതൊരു യേശുനാമ ജപമായിട്ട് മാറും. അപ്പോൾ കൂടെയുള്ള വൈദികൻ്റെ കരം പിടിച്ചുകൊണ്ട് പറയും, വേദന തുടങ്ങിയപ്പോൾ അതെൻ്റെ വേദനയായിരുന്നു. അപ്പം ഞാൻ ഈശോയെ ഇങ്ങനെ ആർത്ത് വിളിച്ചു. അപ്പം ഈശോ വന്നിട്ട് ഈശോ അവനോട് പറയും, മോനെ, ഇത് നിൻ്റെ വേദന മാത്രമല്ല, ഇത് എൻ്റെയും കൂടിയാണ്. അപ്പം എനിക്കൊരു സമാധാനമായി. കാരണം ഈശോയ്ക്കും കൂടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ കീമോ ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നടക്കാൻ പറ്റത്തില്ലെന്ന് പറയും. വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വൈദികർ നിർബന്ധിച്ച് കസേരയോടുകൂടെ കൊണ്ടുവന്ന് പൊക്കിക്കൊണ്ടുവന്ന് അൾത്താരയിൽ വെക്കും. അച്ഛനെ അൾത്താരയിൽ കാണുമ്പോൾ മുമ്പിലുള്ള ആളുകളുടെ കണ്ണിലൊരു വെട്ട, മുഖത്തൊരു പ്രകാശം. ഒരിക്കൽ അച്ഛൻ ഒരു ഞായറാഴ്ച ആമുഖത്തിൽ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഇന്നലെ ശക്തമായ വേദന, മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെ ഇങ്ങനെ ചോര പുറത്തേക്ക് കൊടുക്കുക. പിന്നെ എപ്പോഴും ഒരു 3:30 മണിയായപ്പോൾ ഉറങ്ങിപ്പോയി. രാവിലെ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് ഒരു കുരുവിയുടെ പാട്ടാണ്. എന്നിട്ട് ജനങ്ങളോട് പറയുന്നുണ്ട്, ഇത്രമാത്രം വേദന എനിക്ക് നൽകിയിട്ട് ഒരു കുഞ്ഞു കുരുവിയെ എൻ്റെ അടുക്കിലേക്ക് വിട്ട് സന്തോഷിപ്പിക്കാൻ ദൈവം കാണിക്കുന്ന ആ ഒരു താല്പര്യം കണ്ടു. എന്നിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എങ്ങനെയുണ്ട്: സഹനത്തിൻ്റെ പ്രദക്ഷിണം ഉണ്ടാകുമ്പോഴും സന്തോഷത്തിൻ്റെ ചില പൂത്തിരികൾ കർത്താവ് നമ്മൾക്കിങ്ങനെ കത്തിച്ചു തരും. അത് കാണാതെ പോകരുതെന്ന് പറയും. പ്രിയമുള്ളവരെ, ഓർക്കുക അച്ഛൻ്റെ ജീവിത സാക്ഷ്യം. കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ പരാതി കൂടാതെ നമുക്ക് പോകാൻ പറ്റും.